ഈ വരുന്ന ദിവസങ്ങളിൽ ജബൽ ജയ്സിലേക്ക് പോകാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് അറിഞ്ഞോളൂ. പ്രതികൂല കാലാവസ്ഥയും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നതിനാൽ ജബൽ ജയ്സിലെ എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് ഇന്ന് ഡിസംബർ 23-ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഈ കനത്ത മഴയ്ക്ക് ശേഷം പലയിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തുടരുന്നുണ്ട്. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിനായി താൽക്കാലികമായിട്ട് റോഡ് അടച്ചിടൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ജബൽ ജയ്സിലെ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത്. UAE ഉണ്ടായിട്ടുള്ള കനത്ത മഴയിൽ വെള്ളം കയറി കേടായിട്ടുള്ള കാർ വിൽപ്പന നടത്തി. കബളിപ്പിക്കപ്പെട്ടത് മലയാളിയാണ്, വിൽപ്പന നടത്തിയത് ഒരു പാകിസ്ഥാൻ സ്വദേശിയും. കഴിഞ്ഞ വർഷം UAE ഉണ്ടായ കനത്ത മഴയിലാണ് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം പാകിസ്ഥാനി സ്വദേശിയിൽ നിന്ന് മെഴ്സിഡസ് ബെൻസ് കാർ മലപ്പുറം കോട്ടക്കൽ സ്വദേശി വാങ്ങിക്കുന്നത്. വെള്ളം കയറിയിട്ടില്ല എന്ന ഉറപ്പിലാണ് വാങ്ങിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കാനായിട്ട്, ഇത് ഉറപ്പിക്കാനായിട്ട് ആദ്യം ഒരു പരിശോധന നടത്തി. ഈ പരിശോധനാ ഫലത്തിൽ വെള്ളം കയറിയിട്ടില്ല, വെള്ളപ്പൊക്കം ബാധിച്ചിട്ടില്ല എന്നായിരുന്നു ഫലം വന്നിരുന്നത്. എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത് വെള്ളപ്പൊക്കം ബാധിച്ചതാണ്, തകരാറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നീട് ഒരു പരിശോധന കൂടി നടത്തിയപ്പോൾ ആ പരിശോധനാ ഫലത്തിൽ വാഹനത്തെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് എന്ന് റിസൾട്ട് വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം നിയമ നടപടിക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ 1.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ദുബായ് കോടതി ഈ കാറിന്റെ വിലയും നഷ്ടപരിഹാര തുകയുമായിട്ട് 3.25 ലക്ഷത്തോളം രൂപ നൽകണമെന്നാണ് വിധിച്ചത്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരികയാണ്. ഇതിനൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പ്രവാസി മലയാളികൾ അടക്കമുള്ളവരൊക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ NCM പറയുന്നത് പ്രകാരം രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ, ഇപ്പോൾ ഒരു കനത്ത മഴയൊക്കെ അവസാനിച്ചു, ഇനി ഈ ഒരു അസ്ഥിര കാലാവസ്ഥ ഡിസംബർ 27 വരെ തുടരും എന്നാണ്. പ്രത്യേകിച്ച് ഡിസംബർ 25-നൊക്കെ ഒരു നേരിയ മഴ സാധ്യത പറയുന്നുണ്ട്. കനത്ത മൂടൽമഞ്ഞുണ്ടാവും, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെ ആകാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബീച്ചുകളും കടലുകളൊക്കെ ഈ അവധി ദിനങ്ങളിൽ സന്ദർശിക്കുന്ന ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട് ദുബായ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്.